ഇത്തരം വിഷയങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇടതോ വലതോ മധ്യമോ പക്ഷത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന്. കാര്യം അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ കർണാടകത്തിൽ അങ്ങ് ശ്രദ്ധിച്ചു കാണും, ശ്രീരാം സേനയുടെ ആൾക്കാരാണ് ഒരു സ്കൂളില് മറ്റേ വിഷം കലക്കി അവിടുത്തെ മുസ്ലിമായ പ്രിൻസിപ്പളിനെ മാറ്റാൻ. ഞാൻ തിരിച്ചത് പറഞ്ഞുകൊണ്ടല്ല, എന്തുമാത്രം ഭ്രാന്താണ് ഇവർക്കെന്നുള്ളതാണ്. ആ സ്കൂളിലെ ഒരു മുസ്ലിം പ്രിൻസിപ്പാളിനെ മാറ്റാൻ അവിടുത്തെ ഒരു 5 വയസ്സുകാരനല്ല, അവിടുത്തെ ഒരു 10 വയസ്സുകാരൻ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ഉപയോഗിച്ച് അവിടെ വിഷം കലക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭ്രാന്താണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഭ്രാന്തുകൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യപ്പെടണം. തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഇത് ആരാ ചെയ്തതെന്ന് തീർച്ചയായും കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നതേ BJP RSSലെ സംഘ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഇതിനോടൊരു ഓപ്പൺ മൈൻഡ് കൊണ്ടുവെക്കണം. കാര്യം അങ്ങനെ ഒരു ബോംബ് പൊട്ടി ആദ്യം നശിക്കുന്നത് നമ്മുടെ കുട്ടികളാണല്ലോ. ഈ ശ്രീരാം സേനക്കാര വിഷം കലക്കുന്നതിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദു കുട്ടികളെല്ലാം മരിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ രാഹുൽ ഈശ്വർ, ആ ബോംബ് എങ്ങാനും അബദ്ധത്തിൽ പൊട്ടി ആ സ്കൂളിലെ കുട്ടികളാണ് മരിച്ചെങ്കിൽ രാഹുൽ പറഞ്ഞു തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ, വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയ സംഭവം, അങ്ങനെ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടും. അതിന്റെ ഒരു പ്രശ്നമേ, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഞാൻ BJPക്കും RSSനും കൂടെ അക്സെപ്റ്റബിൾ ആയ ഒരു പ്രശ്നം പറയാം. യോഗിജി 2017 അവിടെ രാം തിവാരി മംഗൾ എന്ന് പറയുന്ന 2 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. 21-22 വയസ്സ്, അതായത് ബ്രാഹ്മണ പിള്ളേരാണ്. അവരെ അറസ്റ്റ് ചെയ്തു. അവർ ചെയ്ത കുറ്റം എന്താ? അതായത് വേറെ ആരും പറയുന്നതല്ല, യോഗിജിയുടെ പോലീസ് പറയുന്ന. അവര് ഒരു മുഹറത്തിന്റെ തലേന്ന്, അതായത് ഗാന്ധി ജയന്തിയുടെ അടുത്ത ദിവസം അന്ന് സ്വന്തമായി പശുവിനെ തല അറത്തിട്ട് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കി കലാപത്തിന് ശ്രമിച്ചു. ഇത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് FIR ഇട്ട് അവരെ ജയിലിലടച്ചാണ്. ദി വയർ അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു തരം ഭ്രാന്താണ്. ഇല്ലാത്ത ശത്രുവിനെ കണ്ടെത്തി നിർമ്മിച്ച് അവർ നമ്മളെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്നത്. 1990-കളിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ശ്രീ അജിംസും ശ്രീ ദാവൂദും ഒക്കെ ഇരുന്നൊരു ചർച്ചയിൽ നിന്നാണ് കേട്ടത്, നമ്മുടെ മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്ന് അവിടുന്നൊരു SP കോശി പറയുന്നു എന്ന രീതിയിൽ അക്കാര്യം അന്ന് ഇതേപോലൊരു ബോംബ് പൊട്ടാനും പറ്റും. അപ്പം ഈ ഞങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിലെ വലതുപക്ഷക്കാരുടെ തീവ്ര വലതുപക്ഷക്കാരുടെ ഇടയിൽ പലപ്പോഴും ശത്രുവിനെ ഉണ്ടാക്കാൻ സ്വയം പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ ദേവീന്ദർ സിംഗിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഓർമ്മ കാണും. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ ദേവീന്ദർ സിംഗ് 2 തീവ്രവാദികളുമായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നതിൽ പിടിക്കപ്പെട്ടത് ഭാഗ്യമാണ്. അന്ന് ഡൽഹി ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഇവർ ആത്യന്തികമായി വെടിവെക്കുന്നതും ബോംബ് വെക്കുന്നതും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കോ നമ്മുടെ പുറത്തേക്കായിരിക്കും. കാര്യം നമ്മളെ രക്തസാക്ഷിയാക്കിയിട്ട് മറുഭാഗത്ത് കണ്ടോ വേറെ ആരെങ്കിലും ആക്രമിച്ചു എന്ന് പറഞ്ഞ് കൺസോൾഡേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. ഇത് ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയുന്നതിന്റെ കാര്യം, ഇത് തുറന്നു പറഞ്ഞാലേ താഴെയുള്ളവന് മനസ്സിലാകൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമോ എന്ന് പറഞ്ഞാൽ CPM-കാർ നടത്തിയ കൂടാലോചനയെന്ന് പറയും, അല്ലെങ്കിൽ CPM-കാരോ കോൺഗ്രസ്സുകാരോ കൊണ്ട് വെച്ചതാണെന്ന് പറയും. അതിനപ്പുറം നമ്മുടെ ഇടയിലുള്ള കുറെ പ്രാന്തന്മാർക്ക് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടെന്നും മനഃപൂർവ്വം ഒരു ശത്രുവിനെ നിർമ്മിക്കാൻ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുമെന്നും യോഗി ആദിത്യനാഥിന്റെ പോലീസ് പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുസഫർ നഗർ കലാപത്തിന്റെ കാര്യമൊക്കെ അങ്ങ് കേട്ടാൽ അറിയാം. അതായത് മനഃപൂർവ്വം, അല്ലെങ്കിൽ അഖിലാഖിന്റെ അച്ഛനെ കൊന്ന വിഷയം, അഖിലാഖിന്റെ മകൻ സർത്താജ് ആണെന്ന് തോന്നുന്നു പേര്, ഞങ്ങൾ ഒരുമിച്ച് NDTV-യിൽ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഇതിന്റെ ഇങ്ങനെ കുറെ എക്സ്ട്രീം ഫ്രിഞ്ച് ലുനാറ്റിക് ഗോഡ്സേവാദികൾ എന്നൊക്കെ ഞാൻ പൊതുവെ പറയുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളെ കൊന്നുപോലും ഒരു ഐക്യം ഉണ്ടാക്കണം, ഹിന്ദു ഐക്യം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം. അത്രയും വലിയ ഡ്രാമയുടെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ഹിന്ദുക്കളോട് ഹിന്ദു ഐക്യം വേണമെന്ന് പറയാം. ഇത്രയും വളഞ്ഞ വഴി നമ്മുടെ സ്കൂളിന്റെ സൈഡിൽ അവർ ബോംബ് കൊണ്ട് പൊട്ടിച്ചു, അവരെ അന്വേഷിക്കാൻ NIA വരണം, അവർക്ക് പാകിസ്ഥാൻ ബന്ധം. രാഹുൽ പറഞ്ഞത് ഈ ഹിന്ദുത്വ സംഘടനകളിലെ ചില തീവ്രവാദികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ചിന്തിച്ച ആദ്യത്തെ തീവ്രവാദി ആരാണെന്ന് അറിയാമോ? അത് VD സവർക്കറാണ്. സവർക്കറുടെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശത്രുവിനെതിരെ ഏതു മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം, അതിൽ ധർമാധർമ്മങ്ങൾ നോക്കരുതെന്ന് ഉപദേശിക്കുകയാണ് സവർക്കർ. അല്ല, എനിക്കറിയാം അജിംസ് ഉദ്ദേശിക്കുന്നതിൽ ഒരു പ്രത്യേക പാരാഗ്രാഫ്, റേപ്പ് അടക്കം എന്ന് പറയുന്ന ഒരു പാരാഗ്രാഫ് വളരെ മോശമായ പാരാഗ്രാഫാണ്. അതിൽ വീരസവർക്കോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ന്യൂവാൻസ് ഇല്ലാതെ ഹിന്ദുത്വ പക്ഷത്തെ മുഴുവൻ അപ്പുറത്ത് നിർത്തിയിട്ട് കാര്യമില്ല. ഈ ഹിന്ദുത്വ പക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീധരൻപിള്ള സാറ് നിന്നത്, ഈ ഹിന്ദുത്വ പക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ സുരേഷ് ഗോപി നിൽക്കുന്നത്. അവർക്കൊന്നും മതസൗഹാർദ്ദം ഇല്ല എന്ന് ആരും പറയുന്നില്ലല്ലോ. കുമ്മനം ചേട്ടൻ നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് നല്ലവരുണ്ട്. ഈ നല്ലവരെ വെച്ച് ചീത്തവരോട് അല്ലെങ്കിൽ ഈ തീവ്ര സുരക്കാരോട് പറയുക, നിങ്ങളുടെ പാതയിൽ സവർക്കറെ തള്ളി പറയുന്നില്ല രാഹുൽ. അങ്ങേ പോലെ ഈ നല്ലവരാരും സവർക്കറെ തള്ളി പറയുന്നില്ല. സവർക്കറെ ഞാനും തള്ളി പറയുന്നില്ല. എനിക്ക് സവർക്കറെ ആദരവാണ്, ബഹുമാനമാണ്. സാക്ഷാൽ ഇന്ദിരാഗാന്ധി പോലും സവർക്കറെ ബഹുമാനിക്കുകയും ബ്രേവ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചതാണ്. മഹാത്മാഗാന്ധിക്ക് സവർക്കറോട് ബഹുമാനമായിരുന്നു. എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പം സവർക്കർ വരെ ഓക്കെയാണ്. ഈ ഗോഡ്സേവാദികളാണ് പ്രശ്നം. ഈ ഗോഡ്സെയും ആപ്തയും വാദികളാണ് പ്രശ്നം. അപ്പോൾ സവർക്കർ പോലും ഗോഡ്സയെ തള്ളി പറയുന്നുണ്ട്. ഗാന്ധിജിയെ കൊന്നത് ഫ്രാട്രിസൈഡ് ആണ്, അല്ലെങ്കിൽ കാരണവരെ കൊല്ലുന്നതാണ്, ചേട്ടനെ കൊല്ലുന്നതാണ്, കുടുംബത്തിലെ ആളെ കൊല്ലുന്നതാണെന്ന് സവർക്കർ പോലും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും കോൺഗ്രസിനോട് പറയാനുള്ളത്, നിങ്ങളൊരു നെഹ്റുവിയൻ സെക്കുലർ ലൈൻ എടുത്ത് സവർക്കറെ തള്ളി പറയണ്ട. ഗാന്ധിജിയും ഇന്ദിര
ഇന്ദിരാഗാന്ധിയും ഒക്കെ എടുത്തതുപോലെ സവർക്കറെ കൂടി അക്സെപ്റ്റബിൾ ആക്കി ഗോഡ്സേവാദികളെ പറഞ്ഞാൽ ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ പോലും ഇല്ലേ നമ്മുടെ കോഴിക്കോട്ടെ മുഖ്യധാര ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ടീച്ചറായ വളരെ മുതിർന്ന അക്കാഡമിക് ക്രെഡൻഷ്യൽ ഉള്ള ഒരു സ്ത്രീ, ഗാന്ധിയെ കുറച്ചുകൂടെ നേരത്തെ കൊല്ലണമായിരുന്നു ഗോഡ്സെ എന്ന് പരസ്യമായി ഫേസ്ബുക്കിൽ എഴുതുന്ന ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലില്ലേ? അപ്പൊ അതൊരു മനോരോഗമാണ്, ഒരു ഗോഡ്സെ വാദമാണ്. അപ്പൊ ഈ സവർക്കറെ ആക്രമിക്കുന്നതിന് പകരം ഗോഡ്സെയെ നേരിട്ട്, അല്ലെങ്കിൽ ഗോഡ്സേവാദികളെ, അഭിനവ് ഭാരത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗോഡ്സേവാദികൾ, ഒരു കൗതുകം കൂടി പറഞ്ഞു നിർത്താം. NIA, മോദിജിയുടെ താഴെ നിൽക്കുന്ന NIA അഭിനവ് ഭാരതിനെ കുറിച്ചും പ്രസാദ് പുരാഹുദിനെ കുറിച്ചും ഒക്കെ പറയുന്നത് ഇസ്രായേലിന്റെ നേപ്പാളിന്റെ സഹായത്തോടു കൂടി വേറൊരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നാ. എന്തായാലും മോദിജിയുടെ താഴെ നിൽക്കുന്ന NIA ആണല്ലോ കോൺഗ്രസ്സുകാർ ഫണ്ട് ചെയ്ത് കൊടുത്തു എന്ന് പറയില്ലല്ലോ. അപ്പൊ ഈ അഭിനവ് ഭാരത് ലൈൻ ഉള്ളവരുണ്ട്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ GD സവർക്കർ, VD സവർക്കർ അല്ല, GD സവർക്കർ, ഗണേഷ് ദാമോദർ സവർക്കർ ലൈൻ ഉള്ളവരുണ്ട്. എന്നിട്ട് അതേ അഭിനവ് ഭാരതിന്റെ സ്ഥാപക നേതാക്കളുള്ള ഒരാളും 2 ബോംബ് സ്ഫോടന കേസുകളിൽ പ്രതിയുമായ ആളെ ഇതേ മോദിജി BJP ടിക്കറ്റിൽ മത്സരിപ്പിച്ച് MP ആക്കി. നിങ്ങൾ ഏത് മോദിയെ കുറിച്ചാണ് പറയുന്നത്? അതിനുശേഷം ഗോഡ്സെ രാജ്യസ്നേഹിയ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജീവിതകാലം ഒരിക്കലും പ്രഗ്യാ സിംഗ് ഠാക്കൂറിനോട് ക്ഷമിക്കില്ല എന്ന് മോദിജി വളരെ വ്യക്തമായിട്ട് പറയുണ്ടായി. ഞാൻ ഒരിക്കലും അവരെ കേസിൽ വെറുതെ വിട്ടു, തെളിവില്ലാതെ. അല്ല ശ്രീ അജിംസ്, നമുക്ക് അതിന്റെ റിയലിസ്റ്റിക്കലി നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങേക്ക് അറിയില്ലേ? ഈ തീവ്ര ഹിന്ദുത്വയെ പലപ്പോഴും അക്കോമഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. BJP എന്ന മുഖ്യധാരാ പാർട്ടി തീവ്ര ഹിന്ദുത്വ എന്ന് പറയുന്ന ലുനാറ്റിക് ഫ്രഞ്ചിനെ, അന്ന് ദിഗ്വിജയ് സിംഗിനെതിരെയാണ് പ്രഗ്യാ സിംഗ് നിന്നത്, അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു BJP കാരന് പോലും ബോധ്യം ഉണ്ടെന്ന് സ്വന്തമായിട്ട് അവിടെ ബോംബ് പൊട്ടിയായിരുന്നു. മലേഗാവിൽ സ്വന്തമായിട്ട് എന്തായാലും ബോംബ് പൊട്ടൂല്ലോ. അപ്പൊ മലേഗാവിൽ ആരെങ്കിലും അത് പൊട്ടിച്ചിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് റൈറ്റ് വിങ് എക്കോസിസ്റ്റം പോലും ഈ വിഷയം കഴിഞ്ഞിട്ട് പോലും 1-2 രാഹുൽ ആദ്യം പറഞ്ഞാൽ രാഹുൽ തന്നെ റദ്ദ് ചെയ്യുകയാണ്.